20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ കടയടപ്പ് സമരം സംഘടിപ്പിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മുതലാണ് കടയടപ്പ് സമരം ആരംഭിക്കുന്നത്. KHRA പൂക്കോട്ടുംപാടം യൂണിറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലെ മുഴുവൻ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കൂൾബാർ വ്യാപാരികൾ സമരവുമായി സഹകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ സംഘടന ഇങ്ങനൊരു സമരമുഖത്തേക്ക് വരാൻ കാരണം നിങ്ങൾക്കറിയാം, ഗ്യാസിന്റെ കുതിച്ച് റേറ്റ് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നാം മനസ്സിലാക്കേണ്ടത്, നിത്യോപയോഗം നമ്മൾ ഉപയോഗിക്കുന്ന സകല സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കച്ചവടക്കാരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഗ്യാസ് കഴിഞ്ഞ 2025 ഡിസംബർ മുതൽ 1684 രൂപയായിരുന്നു ഗ്യാസിന്. ആ ഗ്യാസ് ജനുവരിയിൽ 1795 രൂപ, ഫെബ്രുവരിയിൽ 1845, മാർച്ച് മാസത്തിൽ 1912, ഏപ്രിൽ മാസമാകുമ്പോൾ 2112 രൂപ. ഇപ്പോൾ മെയ് മാസത്തിൽ ഈ ഗ്യാസിൻ്റെ വില നിൽക്കുന്നത് 3106 രൂപയാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഈ 3106 രൂപൻ്റെ ഗ്യാസ് നമ്മൾ വാങ്ങിച്ച് നമ്മൾ എങ്ങനെ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കും? സർക്കാരിൻ്റെ ഇത് സർക്കാരിനെ അറിയിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ കൂടി ഒരു ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വില വർദ്ധിപ്പിക്കാതെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയ റെസ്റ്റോറന്റ് മുതൽ ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ, ഈവനിംഗ് സ്നാക്സ് കടകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും 24 മണിക്കൂർ പൂർണ്ണമായും അടച്ചിടും. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകുന്ന സാഹചര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് സമരലക്ഷ്യം. നിലവിലെ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും സമരത്തോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിലുണ്ടായ ഭീമമായ വർധനവ് ഹോട്ടൽ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ നീളുന്ന സമരത്തിൽ പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ KHRA അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റ് നബീൽ കസാമിയ, ജനറൽ സെക്രട്ടറി ജംഷീർ മോനൂസ്, ട്രഷറർ അൻസാർ ആഷ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.